റിയാസ് ഇപ്പോ ഏത് സ്റ്റോളിലാണ് ഉള്ളത്? കാര്യമായി എന്തോ പരീക്ഷിക്കുകയാണ്. അതെ 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 അതില് ഒരു മിനിറ്റ് ഒരു 2 സെക്കൻഡ് ഒന്ന് ഈ ഒന്ന് പിടിച്ചോട്ടെ. അയ്യോ ഇത് പോകുന്നില്ലല്ലോ. ഒന്നും കൂടി നോക്കാം, നമുക്ക് ഒന്നും കൂടി നോക്കാം. ദേ വരുന്നു. ഇതെന്താ നേരെ തിരിച്ചിട്ടാണ് പിടിക്കണ്ടേ? ഇത് പോകുന്നില്ല കേട്ടോ. തത്സമയം ചീറ്റിപ്പോകുന്ന ഒരു അവസ്ഥയുള്ള ദൈവമേ. ഇങ്ങനെ പിടിച്ച് ദേ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പിടിക്കണ്ട. വിടട്ടെ, എന്നെ പറ്റിക്കുക. എന്തായാലും കുഴപ്പമില്ല, ചീറ്റിപ്പോയാലും അങ്ങനെ ഉന്നൊന്നും തെറ്റില്ല. കാരണം ഈ സ്റ്റാളിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഈ സ്റ്റാളിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാൻ യോഗ്യൻ ഞാൻ തന്നെയാണ്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ലഹരി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ജീവിതത്തിൽ 8 സിഗരറ്റ് വലിച്ചിട്ടുണ്ട്. അത് ഒരു ചെറുതായി ഒന്ന് അഭിനയിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഒരിക്കലും ജീവിതത്തിൽ വലിക്കില്ല എന്ന്, കുടിക്കില്ല എന്ന് 100% ഉറപ്പിച്ച ആളാണ്. അതല്ലേ വേണ്ടതല്ലേ? അതാണ് വേണ്ടത്. എന്താ മാഡത്തിന്റെ പേര്? എന്റെ പേര് സജിത. സജിത വനിതാ സിവിൽ എക്സൈസ് ഓഫീസറാണ് അല്ലേ? ഇവിടെ തിരുവനന്തപുരത്താണ്. ഈ ഒരു സ്റ്റാളിന്റെ ഉദ്ദേശം എന്താ? ഒരുപാട് പേര് വന്ന് ഇങ്ങനെ അമ്പയ്ക്കുന്നു. പക്ഷേ ഞാൻ ചീറ്റി പോയി പോട്ടെ, കുഴപ്പമില്ല. എന്തായാലും ഒന്ന് നമ്മുടെ ഏതാ പ്രേക്ഷകർ ഇത് കാത്തു നിൽക്കുന്നത്, ഒന്ന് എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഇത് ലഹരിക്കെതിരെയുള്ള ഒരു എക്സൈസ് വകുപ്പിന്റെ വിമുക്തിയുടെ ഭാഗമായിട്ടുള്ള സ്റ്റാളാണ്. ഒരുപാട് കുട്ടികൾ വരുന്നുണ്ടല്ലേ? ഈ ഒരു ഉന്നം പിടിക്കുന്നത് ലഹരിക്കെതിരെയാണല്ലേ? നമ്മൾ ഓൾറെഡി ലഹരി ഉപയോഗിക്കാത്തതുകൊണ്ടായിരിക്കും ഉന്നം ശരിക്കും കിട്ടാതെ തരുന്നല്ലേ? എങ്ങനെയുണ്ട്? ഒരുപാട് കുട്ടികൾ വരുന്നുണ്ടോ? വരുന്നുണ്ട്. ചെറുപ്പത്തിലെ അവരെ ലഹരി എന്ന് പറയുന്നത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക അല്ലേ? ലഹരി ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് ഇവിടെ കൃത്യമായി നമുക്ക് കാണാം. ലഹരിയുടെ ഉപയോഗം നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു. നമ്മുടെ ശരീരത്തെ എല്ലാം തന്നെ ഗുരുതരമായ ശാരീരിക, മാനസിക, സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു ലഹരി എന്ന്. അത് ഈ പദാർത്ഥങ്ങളോടുള്ള ആസക്തിയൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ്. അത് മദ്യമാവട്ടെ, മയക്കുമരുന്നാകട്ടെ, മറ്റെന്തോ ആകട്ടെ, കഞ്ചാവുണ്ട്, ഹാഷിഷുണ്ട്, MDMA ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും ഒരു തലമുറയാണല്ലേ നശിപ്പിക്കുന്നവർ. അതിനെതിരെയുള്ള ഒരു ശക്തമായ സന്ദേശമാണ് ഈ കലോത്സവ വേദിയിൽ നൽകുന്നത്. അതായത് ജീവിതമായിരിക്കണം ലഹരി, ലഹരി ആവരുത് ജീവിതം എന്നുള്ളതാണ് ഇവർ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു മനോഹരമായ സന്ദേശമാണ് ഇവിടെ പകർന്നു നൽകുന്നത്. ഇവിടെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ വന്ന് ഇടയ്ക്കിടയ്ക്ക് അമ്പെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു വലിയ സന്ദേശവും ഈ സ്റ്റാളിലൂടെ നൽകുന്നുണ്ട്. ഈ കലോത്സവ നഗരിയിൽ വരുമ്പോൾ കേവലം കല ആസ്വദിക്കുക എന്നതിനപ്പുറം ജീവിതത്തെക്കുറിച്ച് ശക്തമായ സന്ദേശങ്ങൾ നൽകുന്ന ഇതുപോലുള്ള സ്റ്റാള്, എക്സൈസിൻ്റെ വിമുക്തി, ജീവിതം തന്നെ ലഹരി എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള സ്റ്റാളാണ് ഇത്. അതുല്യ.